നെറുലാക്ക് എൻ്റെ വീട് സീസൺ 2. നെറുലാക്ക് എൻ്റെ വീട് സീസൺ 2ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറത്തുള്ള സക്കീർ ഹൗസ് ആണ്. സോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ആദ്യമായി പ്രശസ്ത ആർക്കിടെക്ട് പത്മശ്രീ ജി ശങ്കർ. ശങ്കർ സർ വെൽക്കം. ആർക്കിടെക്ട് ശ്രീമതി ഷൈന രാജേഷ് വെൽക്കം. ആൻഡ് കൊറിയോഗ്രാഫർ ഫേമസ് കൊറിയോഗ്രാഫർ സജ്ന നജാം. സജ്ന ജി വെൽക്കം. ഇനി നമുക്ക് സക്കീർ ഹൗസിലേക്ക് പോകാം. ഇന്ന് കണ്ടത് മലപ്പുറത്തെ സക്കീർ ഹൗസ് ആണ്. സോ ഈ വീടിനെ കുറിച്ചുള്ള ജഡ്ജസ് കമന്റ്സ് നമുക്കറിയാം. പ്രധാനമായും 3 ഘടകങ്ങളെ ബേസ് ചെയ്താണ് ജഡ്ജസ് ഓരോ വീടിനെയും റേറ്റ് ചെയ്യുന്നത്. ഫങ്ഷണൽ ആസ്പെക്ട്സ്, ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്. സോ ആദ്യ ഘടകം ഫങ്ഷണൽ ആസ്പെക്ട്സ്. ഫങ്ഷണൽ ആസ്പെക്ട്സ് ഫങ്ഷണൽ പ്ലാനിംഗ് നമ്മൾ പറയുമ്പോൾ എക്സ്റ്റീരിയർ പ്ലാനിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എക്സ്റ്റീരിയർ പ്ലാനിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ഷോട്ട് കാണിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരിക്കുന്ന കാർ പോർഷനാണ്. വലിയൊരു മരം ഇപ്പോഴത്തെ റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിറ്റൗട്ട് പെട്ടെന്ന് നമുക്ക് വിസിബിലിറ്റി വരുന്നില്ല.
അപ്പോൾ ശരിക്കും ആ ഒരു അത് ഇത്തിരി അപാകതയായിട്ട് എനിക്ക് തോന്നി. ദെൻ കയറി വരുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിൽ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. കോർട്ട്യാർഡ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കോർട്ട്യാർഡ് ശരിക്കും ആ ഒരു ഇൻറ്റേർണൽ വാള് പുറത്തോട്ടാക്കിയിരുന്നെങ്കിൽ ആ കോർട്ട്യാർഡ് ഇൻറ്റേർണൽ സ്പേസിലോട്ട് അവർക്ക് എടുക്കാമായിരുന്നു. അപ്പം അതിനകത്ത് വലിയൊരു സ്ട്രക്ചറൽ കോസ്റ്റ് എക്സ്ട്രാ വരുന്നില്ല. പക്ഷേ നമുക്കൊരു കോർട്ട്യാർഡ് അകത്ത് കിട്ടുകയും ചെയ്യായിരുന്നു. പിന്നെ ഫസ്റ്റ് ഷോട്ട് നമ്മൾ ഡോർ തുറന്ന് കയറുമ്പോഴത്തേക്ക് ഒരു വിൻഡോ ആണ് ബാക്കിൽ കാണുന്നത്. അപ്പം അത് ഒരു എപ്പോഴും ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആർട്ടിഫാക്ട്സോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കണ്ണിന് ഒരു പ്ലസൻ്റ് ആയിട്ടൊരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ സ്പേസസ് എല്ലാം കുറച്ച് ചെറുതാണെന്ന് എനിക്ക് തോന്നി. മേ ബി ചെറിയ വീടായതുകൊണ്ടായിരിക്കും, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആയിരിക്കാം. പിന്നെ ലിവിംഗ് റൂം അത്യാവശ്യം ഫേർണിച്ചർ മാത്രമുള്ള സ്പേസ് ആണ്. ഡൈനിങ് റൂം കുറച്ച് സ്പേഷ്യസ് ആണ്. ബട്ട് അതിനകത്ത് ടി വിയുടെ പ്ലേസ്മെൻറ്റ് അഗെയിൻ ക്രോസ് വാക്കിംഗ് ഒരു സർക്കുലേഷൻ കഴിഞ്ഞിട്ട് 2 വാൾസിൻ്റെ എൻഡിലായിട്ടാണ് ടി വിയും സീറ്റിങ്ങും കൊടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല. കിച്ചണും ചെറുതാണെങ്കിൽ നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സ്പേസസ് എല്ലാം ആവശ്യത്തിനുള്ള ഓവർ ആഡംബരമായിട്ട് ഒത്തിരി ലാർജ് സ്പേസസ് അല്ല കൊടുത്തിരിക്കുന്നത്. ശങ്കർ സർ, നമ്മുടെ ഈ പരിപാടി തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല വീടുകൾ തിരഞ്ഞുള്ളൊരു യാത്രയാണ്. തീർച്ചയായിട്ടും നല്ല വീടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷക്കണക്കിന് വീടുകളിൽ നിന്ന് നമ്മൾ അവസാനത്തെ ഒരു 60 വീടിനകത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്രയും എക്സൽ ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഇതിനകത്ത് നമ്മൾ കാണണം. അവിടെയാണ് നമ്മളുടെ നോട്ടം പോകുന്നത്. എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഈ ഘട്ടത്തിനകത്ത് നിർഭാഗ്യവശാൽ അത്തരം മാജിക് ഒന്നുമില്ല. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഇന്നൊവേറ്റീവായിട്ട് സാധാരണ ഒരു വീടിൻ്റെ എല്ലാ ശരികളും വെച്ചിട്ട് ഞാൻ ഒരു നല്ല കാര്യം പറയുന്നത് വെച്ചാൽ ശരിയായിട്ടുള്ള പ്ലാനിങ് ആണ്. അതന്നെ നമുക്ക് ആഹ്ലാദം തരുന്നതാണ്. അതായത് അതിൻ്റെ പ്രോഗ്രഷീവ് സ്പേസോ അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് യൂട്ടിലൈസേഷനോ ഒക്കെ തന്നെ കുറേയൊക്കെ ശരാശരിയേക്കാളും വളരെ ഉയർന്നതാണെന്ന് തന്നെ പറയുമ്പോൾ പോലും എനിക്ക് ഈ വീടിനകത്ത് തോന്നിയ ഒരു അപാകത, ചില മൂലകളുണ്ട്. നമുക്ക് ഈ 2 വാതിലുകൾ കഴിഞ്ഞ് കിട്ടുന്നൊരു മൂലകൾ, പ്രത്യേകിച്ച് ഡൈനിങ് ഹാളിലൊക്കെ അവിടെ വലിയൊരു സോഫ ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു കാഴ്ചയ്ക്കകത്ത്. അങ്ങനെയല്ല അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പം കോണുകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടാണ് വളരെ, കാരണം വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ കോണുകളൊക്കെ. അപ്പോൾ അത്തരം അതിനകത്തൊക്കെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ ലേഔട്ട് കുറച്ച് ഇവിടെ നന്നായിന്. ഇതിനകത്തുള്ള പ്രശ്നം ഇതാണ്, ഇതിനകത്തൊരു നമ്മുടെ നോട്ടം ചെന്നെത്തുന്ന ഇന്നൊവേറ്റീവായിട്ടുള്ള വലുതായിട്ട് ഒരു ഇൻ്റർവെൻഷനും ഇതിനകത്ത് കണ്ടില്ല എന്നുള്ളതാണ്. സജന ചേച്ചി, എൻ്റെ വീട് പോലുള്ളൊരു പരിപാടിയിൽ കോമ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഈ വീടിനെ കുറിച്ച് കാണുമ്പോൾ ഞാൻ ആദ്യമേ കണ്ടത് ഞാൻ അകത്തും വെളിയിലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഹൗസ്. കാരണം അത്ര വലിയ ഗ്രേറ്റ് ആയിട്ട് ഒന്നും അതിൽ കണ്ടില്ല. പിന്നെ എല്ലാ സ്പേസസ് ഒക്കെ ഭയങ്കര കുറവാണ്. അതുപോലെ ഈ ചെറിയ അറപ്പുര വാതിൽ പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് നോക്കാനൊന്നുമില്ല. അത് അവിടെയും വേറെ തടസ്സങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഒരു തട്ടിക്കൂട്ടി ചെയ്ത പോലെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ എൻട്രൻസ് തന്നെ അകത്തോട്ട് പോകുന്ന സിറ്റിംഗ് റൂമിലോട്ട് പോകുന്ന എൻട്രൻസ് ഒക്കെ ഇറ്റ്സ് വെരി സ്മോൾ. ഡോറായാലും ശരി എല്ലാം ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വീടാണ്. കറക്റ്റായിട്ടൊരു പ്ലാൻഡ് അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി.